ശുക്ലാംബരധരം ശിശുവർണം ചതുസ്വരം ഗോപൻ സ്വാമി എന്നോട് ക്ഷമിക്കണേ. അയ്യോ അറിവില്ല പൈതങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് പൊറുക്കണം സ്വാമി. സ്വാമിയെ ശരണയ്യപ്പ. തെറ്റ് പറ്റിപ്പോയി ഗായ്സ്, നമുക്ക് തെറ്റ് പറ്റിപ്പോയി. ഗോപൻ സ്വാമി പെരിയ ആള്. നാളെ കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ലോ ബഡ്ജറ്റ് സമാധിയെ നാളെ ഒരു ബിഗ് ബഡ്ജറ്റ് സമാധിയായി കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഒരുപാട് മുനിവര്യന്മാരൊക്കെ വന്ന് സമാധി നടത്തും എന്നൊക്കെയാണ് പറയുന്നത്. സോ അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ വലിയൊരു സംഭവങ്ങളൊക്കെ വരാം. സോ അതൊരു ഗോപൻ സ്വാമി ക്ഷമിക്കണേ കേട്ടാ. നെയ്യാറ്റിൻകര ഗോപൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കി. ഇനി മുതൽ ഗോപൻ സ്വാമി തിരുവടികൾ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശപിച്ചേക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് അങ്ങോട്ട് കിടക്കാം. ഇന്നലെ ആയിരുന്നു ഞാൻ തലേദിവസം പറഞ്ഞ കെമിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തിയതിനു ശേഷം മാത്രമേ ഇതിനകത്ത് എന്താണ് കറക്റ്റ് മരണ കാരണം, ഇതൊരു നാച്ചുറൽ ഡെത്ത് ആണോ എന്നൊക്കെ കൺഫേം ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നമുക്ക് ഒരിക്കലും അത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു സമാധി ഡെത്ത് വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഒന്നെങ്കിൽ ഇദ്ദേഹം ഓൾറെഡി മരിച്ച ഒരു വ്യക്തിയെ ആ കല്ലിന്റെ അടുത്തുമാര് കൊണ്ട് ഇങ്ങനെ ഇരുത്തി അതിനകത്ത് വസ്ത്രം എല്ലാം സെറ്റ് ചെയ്ത് കെട്ടി അങ്ങ് മൂടിയതാണ്. നാളെ അവിടെ ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമല്ല. ഈ പറയുന്ന അമ്മയുടെ ആണെങ്കിലും അനിയന്റെ ആണെങ്കിലും ചേട്ടന്റെ ആണെങ്കിലും മൊഴികളിലൊക്കെ ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശരീരം ഈ 2 തൊട്ട് 4 മണിക്കൂർ കൊണ്ട് തന്നെ ഇതങ്ങ് മസിലൊക്കെ അങ്ങ് സ്റ്റിഫായി ഇതങ്ങ് സെറ്റ് ആവും. വഡ്ഡി പോലെ ആവും എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ആവും. 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നെങ്കിൽ അങ്ങനെ ഇരുന്ന് തന്നെ പുള്ളി മരിച്ചതായിരിക്കണം, അല്ലെങ്കിൽ ഇവര് മരിച്ചതിന് ശേഷം അങ്ങനെ കൊണ്ട് ഇരുത്തിയതായിരിക്കണം. ഇത് ഈ ബോഡി മസിൽസ് റിജിഡും സ്റ്റിഫും ആവുന്ന ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്നത് റിഗർ മോർട്ടിസ് എന്നാണ്. അന്നേരം ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിന്റ്സ് ഒക്കെ ബെൻഡ് ചെയ്യാൻ വലിയ പാടാണ്. എനിക്ക് തോന്നുന്നു സഡൻ ആയിട്ട് ആ മരിക്കുന്ന മൊമെന്റിൽ തന്നെ വേണമെങ്കിൽ അങ്ങനെ ബെൻഡ് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇരുത്താൻ പറ്റും. അല്ലാതെ മരിച്ച് കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ വലിയ പാടായിരിക്കും. ഇപ്പം മകൻ പറയുന്നുണ്ട് 11:15 ആ സമയം ആയപ്പോഴാണ് ഇദ്ദേഹം സമാധി ആയതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ടൈം ഓഫ് ഡെത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്രയും ദിവസം ആയതുകൊണ്ട് എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് വിചാരിക്കുക. ആ ഒരു കണ്ടീഷൻ ആസ്ഫിക്സിയ എന്നൊക്കെ ഇംഗ്ലീഷ് പറയാറുണ്ട്. അന്നേരം ഈ ഓക്സിജൻ ഡെഫിഷ്യൻസി മൂലമാണ് മരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന റിഗർ മോർട്ടിസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനെ കുറേയും കൂടെ നമുക്ക് നീട്ടാൻ പറ്റും. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ മസിൽ ഒന്നും സ്റ്റിഫ് ആവില്ല. ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഈ കൈയും കാലും ഒക്കെ മടക്കി വേണമെങ്കിൽ വെക്കാം. പിന്നെ വേറൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അളവ് ഉണ്ടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അതിന്റെയൊക്കെ റിസൾട്ട് നമുക്ക് പിന്നീട് കിട്ടത്തുള്ളൂ. സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു നാച്ചുറൽ ഡെത്ത് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു മരണത്തിൽ ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൊഴികളിലുള്ള വൈരുദ്ധ്യങ്ങളാണ്. എന്താണെങ്കിലും മക്കള് പറഞ്ഞ പോലൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടുള്ള കാര്യം പറയാലോ. കല്ലറ പൊളിച്ചപ്പോൾ ഈ പറയുന്ന ഗോപൻ സ്വാമി ഇരിക്കുകയായിരുന്നു. ഇനി വിശ്വാസം കൂടുവടേ, വിശ്വാസം കൂടും. എന്റെ ഗോപൻ സ്വാമി, നമ്മൾ വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ശപിച്ചേക്കല്ലേ, പാവപ്പെട്ടവൻ ജീവിച്ചു പൊക്കോട്ട്. നാളെ എനിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം ഗോപൻ സ്വാമിയുടെ ശാപമാണെന്നൊക്കെ വേണം പറഞ്ഞോളൂ. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം. എങ്ങനെയാണ് മരിച്ചത്, ചിലപ്പോൾ സ്വാഭാവിക മരണമായിരിക്കാം, നോ ഐഡിയ. അപ്പം എന്താണ് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നത്? ദ ഗ്രേറ്റസ്റ്റ് അൺബോക്സിംഗ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇന്നലെ കഴിഞ്ഞു. സോ വല്ലാത്തൊരു സമാധിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഒരു മെജോറിറ്റി ഓഫ് മലയാളികൾക്ക് സമാധി എന്താണെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല, ഇൻക്ലൂഡിങ് മീ. അപ്പം സമാധിയെ പറ്റി അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും ഒരു ബോധം ഇപ്പോൾ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പം നിങ്ങളെ എല്ലാവരെയും ഗോപൻ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഓം ഗോപൻ സ്വാമി നമഃ, നമോ ഭാഗം. അപ്പൊ ശരിയെങ്കിൽ നാളെ ഇതിനുണ്ടെ കാണാം. ഓക്കെ.